ഹലോ, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീൽസ് സേവ് ചെയ്യാനായിട്ട് മിക്കവർക്കും അറിയത്തില്ല. അതായത് സ്റ്റോറി ഇട്ട് സേവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പകുതി വീഡിയോ വരത്തുള്ളൂ. അങ്ങനെ ഫുൾ വീഡിയോ സേവ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ റീൽ കണ്ട പ്രൊഫൈൽ ആദ്യം പോയി എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. എൻ്റെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഏത് വീഡിയോ ആണ് വേണ്ടത് നോട്ട് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്യണം. എൻ്റെ ഫോണിൽ റൈറ്റ് സൈഡിൽ 3-ാമാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ എവിടെ വെച്ച് തപ്പിപ്പിടിച്ച് എടുത്തോണം. എടുത്ത് സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ കണ്ട വീഡിയോ നമ്മുടെ തള്ള വിരൽ വെച്ച് ഞെക്കി, വിരൽ സ്ക്രീനിൽ നിന്ന് എടുക്കാതെ വലിച്ച് കണ്ടോ ആ ചെറിയൊരു ഡോട്ടും ഉണ്ടോ വട്ടത്തിലെ വെള്ളം, അതെൻ്റെ വിരലാണ്. അവിടെ കൊണ്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഫുൾ വീഡിയോ തീർന്ന് കഴിയുമ്പം ആ വിരൽ അങ്ങോട്ട് എടുക്കണം. അതായത് വിരൽ വിടണം. അതിനു മുമ്പ് വിരൽ വിടരുത്. വിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് കിട്ടത്തില്ല. കണ്ടോ, വീഡിയോ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് വിരൽ വിട്ടതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് നമുക്കിനി ഗ്യാലറിയിൽ പോയി നോക്കാം. ഗ്യാലറിയിൽ സേവ് ആയിട്ട് കിടപ്പുണ്ട്. ഗ്യാലറിയിൽ പോയി സേവ് എടുത്തതിന് ശേഷം വീഡിയോ എടുത്ത് എഡിറ്റ് ഓപ്ഷനിൽ ഞെക്കിയിട്ട് കണ്ടോ, രണ്ടാമത് കിടക്കുന്ന എഡിറ്റ് ഓപ്ഷൻ, അതിൽ ഞെക്കിയതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ആ കറക്റ്റ് പോയിന്റിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിൽ പോയിട്ട് എൻഡിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം. കാരണം റെക്കോർഡായ പകുതി അവിടെയുണ്ട് സ്ക്രീന്, അതുകൊണ്ട് അവിടുന്ന് കൂടെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കണം. ഇനി നമുക്ക് അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കുറച്ച് വീഡിയോ അവിടെ ബാക്കിയുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടോ, താഴെ 3-ാമത്തെ ഓപ്ഷൻ കണ്ടോ, ഫ്രെയിമെന്ന് കിടക്കുന്നൊരു ഓപ്ഷൻ, അതെടുത്തിട്ട് അതിൽ മൂന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഫുൾ സ്ക്രീൻ വരും. റീൽസൊക്കെ കാണുന്ന കണക്ക് അതുപോലെ ആ സ്ക്രീനാണ്. അതായത് നമ്മുടെ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, സൂം ചെയ്ത്. അതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ടിക്കിൽ ഞെക്കി മേളിൽ എക്സ്പോർട്ട് കണ്ടോ, അതിൽ ഞെക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുകയാണ്. അതായത് ഗ്യാലറിയിലോട്ട് സേവ് ആവുകയാണ്. അതായത് നമ്മുടെ എഡിറ്റ് ചെയ്ത വീഡിയോ, അതായത് ഫ്രണ്ടിൽ സ്ക്രീൻ റെക്കോർഡ് ബാക്കിൽ സ്ക്രീൻ റെക്കോർഡ് ഇല്ലാതെ കറക്റ്റായിട്ട് സ്ക്രീൻ പെർഫെക്റ്റായിട്ട് വീഡിയോ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, വീഡിയോ സേവായി. ഇനി നമ്മുടെ പഴയ വീഡിയോ നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. ഇതാണ് പഴയ വീഡിയോ, നമ്മൾ ഡിലീറ്റ് ആക്കി കളയാം. ഇനി നമുക്ക് നമ്മൾ പുതിയതായിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ കാണാം. ഇതേ കണ്ടോ, സ്ക്രീൻ റെക്കോർഡാണെന്ന് പറയുമോ? ഇല്ല, ഫുൾ വീഡിയോ കിട്ടുകയും ചെയ്യും. ഇതുപോലെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്.